ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാം. നമ്മളെ ഹീറോയ്ക്ക് ക്ലാസ് സ്റ്റാർട്ടായത് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ വെളിയിൽ വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, റോസ് അല്ല പൂജ പറയായിരുന്നു, ഏടി നീ എന്നെയാ വായി പളന്ന് നോക്കിയ എന്നെ ഹീറോയിനോട് കേട്ടായിരുന്നു. അപ്പം ഹീറോയിൻ പറയുന്നത്, ഞാൻ മാത്രം സൈറ്റ് അടിച്ച ഉള്ള കോളേജ് ഗേൾസ് സൈറ്റ് അടിച്ച്. എടി അതിൽ ഹീറോയുടെ ഫ്രണ്ട് അനു പറയായിരുന്നു, എടി ഒരുവര് കല്യാണം കഴിഞ്ഞ് എന്താ ചെയ്യുക, ഇവൻ ഫോറിൻ പോയി നമ്മളെ ഇന്ത്യക്ക് വന്നതാ, ഇന്ത്യയുടെ കോളേജ് സ്റ്റാർട്ട് ആയത് നമുക്കറിയോ. അങ്ങനെ പറയായിരുന്നു. അത് കേട്ട് ഹീറോയിനക്ക് മീഡ് ചേഞ്ച് ആയി. ഇവനിക്ക് കല്യാണം ആയിരിക്കാതിരിക്കാൻ പറ്റി കാണുക ലാൻസോ വേണ്ട എന്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ടിരിക്കും എന്ന് ഹീറോയിനോട് പറയുന്നു. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടിരിക്കോ, അതടി ഇല്ല ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, ഇല്ല ഫിയാൻസി ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഹീറോയുടെ മീഡ് ചേഞ്ച് ആയിരുന്നു. ശരി വാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ കോളേജ് വെളിയിൽ വന്നായിരുന്നു. അവിടെ കുറച്ച് ബോയ്സ് ഇരുന്ന് സംസാരിക്കായിരുന്നു. ഹീറോ സാഡായിട്ട് പോകുന്നു കണ്ടേ അതിലൊരു ബോയ് ഓടി വന്ന, എന്ത് കുട്ടി ചെല്ല കുട്ടിക്ക് എന്ത് പറ്റി, പോടെ തെണ്ടി എന്ന് പറഞ്ഞവർക്ക് വഴക്ക് പറഞ്ഞു പോയിരുന്നു. എന്താണ് നിന്റെ അനിയത്തിക്കോ ഇത്ര ടെൻഷൻ വഴക്ക് പറയുക. ഇല്ലടാ ഇവൾക്ക് എന്തോ ഒന്ന് പറ്റി എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ ഓടി വന്നു. എന്താണ് ഇത് ചെക്കര കുട്ടിക്ക് പറ്റി എന്ന് പറയാം. പോച്ചേട്ടാ അതിൻ്റെ ഒരു മുണ്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയിരുന്നു. അതിൽ ക്ലാസ് അതെ ഹീറോയിൻ ചേട്ടൻ പറഞ്ഞ സീനിയേഴ്സ് സൂപ്പർ സീനിയർ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അതെ ഹീറോയിനെ കണ്ടവർ പറയുന്നത്, വാ അമ്മ പറഞ്ഞിട്ടുണ്ട് വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഫ്രണ്ടിനോട് ശരി ഞാൻ പോവാ ചേട്ടൻ കൂടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൽ ഏറി പോയായിരുന്നു. ഇത് ഒരാൾ നോക്കിയായിരുന്നു. ഒരാൾ നോക്കിയിട്ട് ആ ശരി പോവാന്ന് പറഞ്ഞ് അവിടെ പോയായിരുന്നു. ഇത് അതേ ക്ലാസ്സിലും ഹീറോയ്ക്ക് സീനിയർ, അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനക്ക് ജൂനിയർ. അങ്ങനെയായിട്ട് ഹീറോയിൻ സൂപ്പർ ചെയ്തത് മാത്രം. ഹീറോയിൻ പറഞ്ഞ ഫസ്റ്റ് ഇയർ ആണ്, അവൻ പഠിക്കുന്ന സെക്കൻഡ് ഇയർ. അത് മാത്രം ഹീറോയിൻ്റെ ചേട്ടൻ വലിയ സീനിയറാണ്. അതുകൊണ്ട് വാക്ക് ഇവരുടെ കൂടെ സംസാരിച്ചാവല്ലോ, ഇവളെ പുറകെ നടന്നാവല്ലോ ഈ സീനിയറിൻ്റെ അനിയത്തി അയ്യോ എന്ന് വിറച്ച് അവൻ ഓടിപ്പോയിരുന്നു. ഇവൾക്ക് പ്രപ്പോസ് ചെയ്ത് തിരിച്ചു പോയി. ഒരുപോലെ ഇവർക്ക് അറിഞ്ഞാൽ ഇവർ ബാക്കി വെക്കല റോഡീസ് എന്ന് പറയായിരുന്നു. പേടിച്ച് പറഞ്ഞതാ, വണ്ണല്ല റൂമർ പറഞ്ഞ് റിയലാണ് എന്ന് പറഞ്ഞ ചെക്കന് ഓടി വരും. അതെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ, എൻ്റെ അനിയത്തി പുറകെ വേറെ ആരും നടന്നു ഞാൻ ബാക്കി വെക്കല എന്ന് പറഞ്ഞ് ഇടിച്ച് ചമ്മന്തിയാക്കും. അതെ ഹീറോയിൻ്റെ പുറകിൽ ആരാണ് ഹീറോയ്ക്ക് പിടിക്കാതെ പ്രപ്പോസ് ചെയ്ത ടോർച്ച് അത് അവർ ഇടിച്ച് ചമ്മന്തിയാക്കും. ഇതാണ് ഹീറോയിൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടർ. ഹീറോയ്ക്ക് പിടിച്ചില്ല മതി, ഹീറോയ്ക്ക് ഒരുപാട് പിടിച്ച ഹീറോയിൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് ഒരു ഫ്രണ്ട് മാതിരിയാണ്. അങ്ങനെ വീട്ടിൽ വരുന്നവന് അങ്ങനെ ഹീറോയിന് ഒരു ഐസ്ക്രീം ഷോപ്പിലൂടെ വണ്ടി ഇരുത്തി, വാ ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞ് ഐസ്ക്രീം ഷോപ്പിനകത്ത് വന്നായിരുന്നു. അവിടെ പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഐസ്ക്രീം ഷോപ്പായിരുന്നു. ആരാ ഇത്, അർജുനാണോ? അങ്കിൾ ആ അതെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് എവിടെടാ എൻ്റെ ഫ്രണ്ട് എന്ന് പറയാം, എൻ്റെ മകൻ എവിടെ? അവിടെ വരുന്നുണ്ട് പറയുന്നത്. അതെ അങ്ങനെ വന്നു ഡാഡി എന്ന് പറഞ്ഞ് വന്നായിരുന്നു. എന്താടാ? ഇല്ല ഡാഡി എന്ന് പറയായിരുന്നു. ആദ്യം പറയായിരുന്നു, ഡാഡി എന്താ ഡാഡി ഇന്ന് പുതിയ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടാക്കപ്പാ. ഇത് കേട്ട് ഹീറോയിൻ്റെ ചേട്ടൻ കൈ വെച്ച്, അയ്യോ ഇവനൊരു പറഞ്ഞ കാര്യമില്ല. ഡാഡി ഞാൻ പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ടോ? ശരി ഞാൻ പോയിട്ടുണ്ട് ഐസ്ക്രീം ആക്കാൻ എന്ന് പറഞ്ഞ്. അങ്കിൾ ഇവൻ ഐസ്ക്രീം ഉണ്ടാക്കാം. ഇല്ല മോനെ, ഇവൻ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ ഇത് കച്ചവടം നന്നായിട്ട് പോകുന്നു, പുതിയ കണ്ടുപിടിപ്പ് തരാം, മോനക്കറിയാം ഐസ്ക്രീം ഉണ്ടാക്കോ എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തോട്ടത്ത് പോയിട്ട് വരാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അതി വാടാ, ഇല്ലടാ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കി ട്രൈ ചെയ്യാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു ഞാനും കൂടെ വരാമെന്ന്. അങ്ങനെ അങ്കിൾ വന്ന് അങ്ങനെ കണ്ടായിരുന്നു. അവിടെ പുതിയ ഫ്രൂട്ട് വക നിറയെ സാധനങ്ങളുണ്ട്. ഹീറോയ്ക്ക് ഒരു ഐഡിയ വന്നു, ചേട്ടൻ ഞാൻ കുറച്ച് ഐഡിയ ഉണ്ടാക്കാം. അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് തെങ്ങിനുള്ള പോണ്ട വേണമെന്ന് പറയുന്നു ഹീറോയിൻ. ഇത് കേട്ടിട്ട് ഹീറോ പറഞ്ഞ മതി ശരി ഓക്കെ എന്ന് പറഞ്ഞു. നിറയെ സാധനം എത്തി. അങ്ങനെ ഹീറോ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടനക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ വെനില ഫ്ലേവർ അങ്ങനെയായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി. അതുകൊണ്ട് നല്ല ഫ്ലേവറോട് ഒരു ഐസ്ക്രീം അതിന് നിറയെ സാധനം ഉണ്ടാക്കി. ഐസ്ക്രീം ഉണ്ടാക്കി റെഡി എന്ന് പറയായിരുന്നു. അങ്ങനെ അങ്കിൾ ടേസ്റ്റ് ചെയ്തു, വാവ് നല്ല ടേസ്റ്റ്. അങ്ങനെ 3 ഐസ്ക്രീം ഉണ്ടാക്കി അങ്കിൾ ടേസ്റ്റ് ചെയ്ത്, നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ, എങ്ങനെ ഉണ്ടാക്കുന്നത് ഹീറോയി പറഞ്ഞായിരുന്നു. റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അങ്കിൾക്ക് പറഞ്ഞു കൊടുത്തതിന് ഹീറോയിൻ്റെ ചേട്ടൻ ശരി ഞാനുണ്ടാക്കിയ ഐസ്ക്രീം എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിന് കൂടെ എല്ലാം എഴുതി കൊടുത്തായിരുന്നു. ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നിറയെ ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചായിരുന്നു. ഹീറോ
വീട്ടിലേക്ക് പോയി. അങ്ങനെ അച്ഛനും അമ്മയും രണ്ടുപേരും മിണ്ടാതിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കണം. ഡാഡ് മമ്മി നിങ്ങൾക്ക് രണ്ടൊക്കെ എന്ത് പറ്റി? ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കായിരുന്നു. അമ്മ അച്ഛ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് പ്രശ്നം? എന്ത് പ്രശ്ന? അർജുൻ എന്താ അച്ഛ എന്നെ മുറിക്കണേ? ഇതാ ഇവിടെ ഉള്ളല്ലേ ഇതെല്ലാം ഉള്ളത് വായിക്ക് എന്ന് അർജുന് പറയായിരുന്നു. അർജുനോട് അച്ഛൻ പറയായിരുന്നു. അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. ലെറ്റേഴ്സ് കുറേ ലെറ്റേഴ്സ് ഗിഫ്റ്റ് എല്ലാം ഉണ്ട്. അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അതിലൊരു ലെറ്റർ എടുത്തായിരുന്നു. ഹായ് അർജുൻ 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 സീനിയർ, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ക്യൂട്ടായിട്ടുണ്ട്, നിങ്ങൾ ഹാൻസം ആയിട്ടുണ്ട്. ഞാൻ DGP മോള, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അടുത്ത കോളേജിലാണ് പഠിക്കുന്നത്. നമ്മൾ രണ്ടുപേരും മാരേജ് പ്രപ്പോസ് എന്ന് പറയായിരുന്നു. ഇതിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ആയിരുന്നു ഇത്. അർജുൻ അയ്യോ ലെറ്റേഴ്സ്. അതിൽ പിന്നെ അമ്മ എടുത്തു ഒരു ലെറ്റർ. ഹലോ, എൻ്റെ പേര് മേഘന. സീനിയർ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാൻ നിങ്ങളെ ക്ലാസ്സാണ്, എൻ്റെ പക്കത്തെ ക്ലാസ്. ഞാൻ ഡോക്ടറാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛന് ഒരു ഡോക്ടറാണ്. എനിക്ക് നിങ്ങളെ വിഷയം ഇഷ്ടപ്പെട്ടു പോയത്. അച്ഛനെടുത്തു പഠിക്കാൻ പോയിരുന്നു. ഹായ് സീനിയർ, എൻ്റെ പേര് നന്ദു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടായിരുന്നു സീനിയർ. ഞാൻ ജൂനിയറാണ്, ഞാൻ ഫസ്റ്റ് ഇയറാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ നിങ്ങളെ മാരേജ് പ്രപ്പോസ് ചെയ്യാം എന്നാൽ അതിൽ കുറേ കവിത ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ അമ്മയൊക്കെ അച്ഛൻ ടെൻഷനായിരുന്നു. അതെ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാനൊരു ബിസിനസ് മാൻ്റെ മകളാണ് എന്ന് പറയായിരുന്നു. ഇത് കേട്ട് കുറേ ലെറ്റേഴ്സ് ഉണ്ട്. IPS, DSP, കമ്മിസ്റ്റർ, ഹോമിസ്റ്റർ, അങ്ങനെ കുറേ കത്തുണ്ടായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ അച്ഛനമ്മയ്ക്ക് ടെൻഷൻ. അർജുന നോക്കി ഓർക്കായിരുന്നു. എടാ, നീ എൻ്റെ ഫാൻസി ഷോക്ക് പോകുന്നതാ ഇല്ല ഡേറ്റിങ് പോകുന്നതാ എന്ന് പറഞ്ഞ് അച്ഛനമ്മ രണ്ടുപേരും വഴക്കുണ്ടാക്കായിരുന്നു. അർജുന അയ്യോ എന്ന് അർജുന കരയായിരുന്നു. അമ്മ, എനിക്ക് ഒരു ഗേൾസ് ഫാൻസ് ഇല്ല അമ്മ, ഇവർക്ക് വേറെ പണിയില്ല, എനിക്ക് എന്താ ചെയ്യാം? എടാ മറിയ, അതിൽ ഇവരിൽ ആരും ഇഷ്ടമില്ല പറയടാ, മറിയ പറഞ്ഞു കേൾക്കും.